ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 29 വചനം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇൻ ഇംഗ്ലീഷ്, Ezekiel chapter 39 verse 29. I will no longer hide my face from them, for I will pour out my spirit on the people of Israel, declares the sovereign Lord. Amen. അതെ, സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് മറുപടി ചെയ്യുന്നു. കർത്താവ് തൻ്റെ മുഖത്തെ ഇനി നമുക്ക് മറയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ യേശു കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തീകരിക്കുവാൻ ആമേൻ ക്രൂശീകരിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് മാത്രം പിതാവായ ദൈവം തൻ്റെ മുഖത്തെ മറച്ചു കളഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടില്ല. അതും യേശു പ്രാർത്ഥിച്ചത് പിതാവെ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിലെന്ന് മാത്രം. എന്നാൽ ആ സമയത്ത് പിതാവായ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ മുഖത്തെ യേശുവിൻ്റെ മുൻപിൽ മറച്ചു കളഞ്ഞു. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത ആ യേശുവിനെ ആമേൻ എല്ലാ നാമത്തിനും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങേണ്ടതിന് കർത്താവ് ഏറ്റവും ഉയർത്തി. ഇന്നും യേശുവിൻ്റെ നാമം ആമേൻ ഭൂമിയിലെങ്ങും ഉയർന്ന നാമമാണ്, എല്ലാ നാമത്തിനും മേലായ നാമമാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിനുമേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാൽ. പ്രിയ ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യം ദൈവത്തിൻ്റെ ആത്മാവാണ്. അതേ, യോവേൽ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഇവിടെ നയിപ്പാൻ കഴിയുകയില്ല. കർത്താവ് തൻ്റെ ആത്മാവിനെ പകരുമ്പോൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, മൂപ്പന്മാർ സ്വപ്നങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എല്ലാവരും ഒരുപോലെ ദൈവമഹത്വത്തിനായി പ്രയോജനപ്പെടും. ഹല്ലേലൂയ. ഈ നാടുകൾ നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. നമ്മെ സ്നേഹിച്ച്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കേണ്ടത്. എന്നാൽ എല്ലാറ്റിനും ആധാരമായി ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഈ നാളുകളിൽ അതിനായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാകുന്നു. നിശ്ചയമായി അവരുടെ മുൻപിൽ യഹോവ തൻ്റെ മുഖം ഒരു നാളും മറയ്ക്കുകയില്ല. ആമേൻ. കർത്താവ് നമ്മോട് കൂടെയിരിക്കും. യഹോവ തൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. നമുക്ക് ഉത്തരമരുളും. നമ്മെ ജയത്തോടെ നടത്തുവാൻ ദൈവ സർവശക്തനാണ്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ ഇസ്രായേലിയരായ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നാം പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പകരപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി നാം ഈ നാളുകളിൽ മാറണം. എങ്കിൽ നിശ്ചയമായി ദൈവവുമായിട്ടുള്ള ആ സാന്നിധ്യത്തിൽ തന്നെ ഹല്ലേലൂയ ആ ഒരു ആത്മീയ നിലവാരത്തിൽ മുന്നോട്ട് പോകുവാൻ അപ്പനും മക്കളും എന്ന ബന്ധത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ അധികമായി വളരുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവ് നമ്മുടെ മുഖത്തെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോഴും മറയ്ക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജയകരമായി ജീവിപ്പാൻ ഇടയായിത്തീരും. ആ സ്വർഗരാജ്യത്തിലും അവകാശം നമുക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ആയതിനാൽ ദൈവം പറയുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ലാകയാൽ ദൈവം തൻ്റെ മുഖത്തെ മറച്ചു കളയും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ
ആമേൻ ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആമേൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരുടെ പ്രത്യേകത ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടും. സ്വന്തം ഇഷ്ടമല്ല, സ്വന്തം പ്രവൃത്തികളല്ല, സകലത്തിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. ദൈവത്തിൻ്റെ ആത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. ഈ നാളുകളിൽ കുടുംബങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാം. കർത്താവ് തൻ്റെ മുഖം നമുക്ക് മറയ്ക്കുകയില്ല. ദൈവത്തിൻ്റെ മുഖത്തെ നോക്കുന്ന നാം പ്രകാശിതരായി തീരുവാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ അധികമായി നിറയ്ക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരു നാളും കർത്താവേ സ്തോത്രം അങ്ങയുടെ മുഖം മറച്ചു കളകയില്ലെന്ന് വാഗ്ദത്തം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരായി ആമേ സ്തോത്രം ദൈവത്തെ വിട്ട് പിന്മാറുന്നവരായിട്ടല്ല, ആമേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അധികമായി ഞങ്ങളുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഈ അന്ത്യകാലത്ത് ആത്മാവ് നിറഞ്ഞവരായി ആമേ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ കാഹളനാദത്തിങ്കിൽ കർത്താവേ സ്തോത്രം സ്തോത്രം. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ആമേ സ്തോത്ര പരിശുദ്ധാത്മാവ് സഭയെ എടുക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ആമേ സ്തോത്രം സ്വർഗരാജ്യത്തിൽ ആമേ ചേർത്ത് കൊള്ളപ്പെടുമല്ലോ. ഈ നാളുകളിൽ ആമേൻ അധികമായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിക്കുവാൻ വാഞ്ചിച്ച് ആമേൻ സ്തോത്രാത്മാവിനാൽ നിറയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.